പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. തിങ്കളാഴ്ച കാലത്ത് 10:30 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അലൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു നടപടി വൈകിയത്. ചികിത്സയിലുള്ള അലൻ്റെ അമ്മ വിജിയുടെ ചികിത്സയും കുടുംബത്തിന് ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ച ശേഷം മാത്രം പോസ്റ്റ്മോർട്ടം നടത്താവൂ എന്ന് ബന്ധുക്കൾ നിർബന്ധം പിടിച്ചിരുന്നു. വി.കെ. ശ്രീകണ്ഠൻ MP, മലമ്പുഴ MLA A. പ്രഭാകരൻ, CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തുടങ്ങി നിരവധി നേതാക്കളും നാട്ടുകാരും ജില്ലാ ആശുപത്രിയിലെത്തിയിരുന്നു. അതിനിടെ നാട്ടുകാരും പരിസരവാസികളും ജനപ്രതിനിധികൾക്കെതിരെ ക്ഷുഭിതരായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. N വിഷന് വേണ്ടി രാജൻ തിരുവാലൂർ. അതിനൊന്നും ഒരു ജാഗ്രത പാലിക്കാൻ ഞാനൊരു സ്ഥലത്ത് കയറിയ മറ്റൊരു കല്ല് ഉപയോഗിച്ചതാണ്. ഇപ്പം നിങ്ങളോട് മാത്രമല്ല, അവർക്കൊരു തൽക്കാലം എവിടെന്നെങ്കിലും കുറച്ചുകൂടി ആൾക്കാരെ ഇതിന് നിയോഗിക്കാനും ആവശ്യമെങ്കിൽ പോലീസ് ഫോഴ്സ് അടക്കം ആവശ്യപ്പെട്ട് ഞങ്ങൾ സഹായിക്കാൻ അതിനുള്ള സംസാരിച്ചിട്ടുണ്ട്. റിപ്പയർ ചെയ്യാനോ അതിനെ ടാർ ചെയ്യാനോ വഴിയില്ല. കുറച്ച് തടഞ്ഞിരിക്കാം. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ഓട്ടോറിക്ഷക്കാർ വരില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓട്ടോറിക്ഷ അതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ റോഡ് വികസനം ഇവർ തടഞ്ഞു വെച്ചപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവൻ ഇങ്ങനെ അപകടത്തിലായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഓരോരുത്തർ പോട്ടെ, ഞങ്ങൾ ആ മലയോര മേഖലയിൽ ജീവിച്ചിരിക്കുന്നവരെല്ലാം ഓരോരുത്തരായിട്ട് പോട്ടെ. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ആഘോഷിക്കുകയും ചെയ്യാം. ഈ വരുന്നവർക്കെല്ലാം തിരക്കും പോകാനും കാര്യങ്ങൾ സംസാരിക്കാനോ ശരിയാക്കാം എല്ലാവരും പറഞ്ഞു പോവാം. അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കട്ടെ. ഞങ്ങൾ അങ്ങനെ തീരട്ടെ അവിടെ ഓരോരുത്തരായിട്ട്. ഞങ്ങൾ ഇനിയുണ്ട് കുറേ ആളുകളും കൂടെ. ഞങ്ങൾ ആളുകൾ ഇങ്ങനെ തീർന്നുകൊണ്ട് പോട്ടെ ഓരോരുത്തരായിട്ട്. അത് ഞങ്ങൾ സഹിച്ചേ പറ്റൂ. ഞങ്ങൾക്ക് അവിടുന്ന് വിറ്റ് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് അവിടുന്ന് പോകാനും വഴിയില്ല. ഞങ്ങളെ കൊണ്ട് കഴിയൂല. അപ്പോൾ സർക്കാർ സംരക്ഷണം തരും. സർക്കാർ ഞങ്ങളെ സംരക്ഷിക്കുന്നുള്ള ചിന്തയിലാണ് ഇപ്പോഴും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഞങ്ങൾ നടക്കുകയാണെങ്കിൽ ഞങ്ങൾ നടക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ. അതാണ് ഞങ്ങൾ സംഭവിക്കുന്നത്. അത്രേ ഉള്ളൂ കാര്യം.